ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ റെയിൽവേയുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലവിൽ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടോ, ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അതുപോലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കോ അതിലേതെങ്കിലും വിളിച്ചിട്ടുണ്ടോ, അതോടൊപ്പം അതിലേക്കൊക്കെ എന്താണ് എലിജിബിലിറ്റി, ഇന്ത്യൻ റെയിൽവേയുടെ ഏതൊക്കെ കാറ്റഗറി ജോബുകളാണുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ കാറ്റഗറി സർവീസ് ആണുള്ളത്, അതോടൊപ്പം തന്നെ അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം പല ചാനലുകളും നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളിലൊക്കെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആളുകൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു സ്ലൈഡ് തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ പോലെ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ഹോം പേജാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിലവിൽ നമ്മൾ ഗവൺമെൻറ് ജോലികൾ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനികളിലൊക്കെ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ അതും ഇടാറുണ്ട്. അപ്പോൾ ഇനി കുറച്ചും പാടെ പ്രൈവറ്റ് കമ്പനികളുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടായില്ല. നിങ്ങൾ ഇത്തരത്തിൽ ജോലി നോക്കുന്നവരാണെങ്കിൽ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടു തുടങ്ങുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇന്ത്യൻ റെയിൽവേയിലേക്ക് ഒരുപാട് വേക്കൻസികൾ ഇനി വരാനിരിക്കുന്നുണ്ട്. നമുക്കറിയാം, കൊറോണയുടെ മുൻപൊക്കെയാണ് കുറച്ച് വേക്കൻസികൾ വിളിച്ചിരുന്നു. കുറച്ച് വേക്കൻസികൾ ഗ്രൂപ്പ് ഡി അങ്ങനെയൊക്കെ പോലെയുള്ള കാറ്റഗറി വിളിച്ചിരുന്നു. അതിൻ്റെ എക്സാമൊക്കെ ഈ അടുത്തിടെ കൊറോണ ഒക്കെ ഒന്ന് ഒതുങ്ങിയ സമയത്താണ് നടന്നിരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് ഇനിയും വേക്കൻസികൾ വരാനുണ്ട്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് റെയിൽവേ നെറ്റ്വർക്കുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൽ എത്രത്തോളം തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ നമുക്ക് വർഷം തോറും ഒട്ടനവധി വേക്കൻസികൾ അതിൽ വരും. അതോടൊപ്പം പുതിയ വേക്കൻസികൾ ഉണ്ടാകും. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ക്വാളിഫൈഡ് ആണോ, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്കൊരു നമ്മുടെ ഏജ് ലിമിറ്റ് എത്ര വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരുപാട് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണട്ടെ. അതായത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ സ്ലൈഡ് കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലൈഡിൻ്റെ ആ ഒരു ടൈറ്റിൽ ഞാൻ കൊടുത്തത് ടൈപ്സ് ഓഫ് റെയിൽവേ ജോബ്സ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ടൈപ്സ് ആണ് റെയിൽവേ ജോബ്സിൽ, നമുക്ക് എന്തൊക്കെ ടൈപ്സ് ജോബ്സ് ആണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അത് ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള നിലയ്ക്ക് അവിടെ കൊടുക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിലെ ഏറ്റവും ലാർജസ്റ്റ് നെറ്റ്വർക്കുള്ള ഒരു റെയിൽവേ സംവിധാനമാണ്. 70,000 പാസഞ്ചർ കോച്ചസും അതുപോലെ തന്നെ 11,000 ലോക്കോമോട്ടീവ്സും ആണ് ഇതിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ സർവീസിന് അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേയിലുള്ള ആ ജോബ് കാറ്റഗറിയെ 4 നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ 1 ഗ്രൂപ്പ് എ, 2 ഗ്രൂപ്പ് ബി, 3 ഗ്രൂപ്പ് സി, 4 ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അങ്ങനെ 4 സർവീസസ് ആണ് അല്ലെങ്കിൽ 4 കാറ്റഗറി ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ഗ്രൂപ്പിനും നിശ്ചിതമായിട്ടുള്ള ആ ഒരു മോഡ് ഓഫ് സെലക്ഷനുമാണ്. അതോടൊപ്പം തന്നെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, ഏജ് ലിമിറ്റ്, ഇതിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പ് എ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് എ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്ന ഏതൊക്കെ സർവീസസ് ആണുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസസ്, ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസസ്, ഇന്ത്യൻ റെയിൽവേ പേഴ്സണൽ സർവീസസ്, ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ റെയിൽവേ സ്റ്റോർസ് സർവീസസ്, ഇന്ത്യൻ റെയിൽവേ സർവീസസ് ഓഫ് മെക്കാനിക്കൽ engineers. Okay, the next slide നോക്കാം. Then Indian Railway Services of Electrical Engineers, Engineering Services Examination, Special Class Railway Apprentice, Indian Railway Service of Signal Engineers, Indian Railway Medical Services and IAS Allied Services ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് എയിൽ തന്നെ ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ടെക്നിക്കൽ ഓർ നോൺ ടെക്നിക്കൽ എന്ന് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അതിൽ നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ വരുന്ന ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസസ്, പേഴ്സണൽ സർവീസസ്, അക്കൗണ്ട് സർവീസസ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് നോൺ ടെക്നിക്കൽ കാറ്റഗറിയിലാണ്. അപ്പോൾ ഈ നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് എന്ത് വേണം, ഗ്രാജുവേഷൻ വേണം, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മിനിമം വേണ്ടത് ഗ്രാജുവേഷനാണ്, നിങ്ങൾക്ക് ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എയിലുള്ള ഈ പറയുന്ന നോൺ ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് അതിൻ്റെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ അത് സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെയാണ് ആ പോസ്റ്റിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന
പ്രൊമോഷൻ, അതായത് ഗ്രൂപ്പ് ബിയിൽ നിന്ന് എന്താണ് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്ന രീതിയിലാണ് ഈ പറയുന്ന IRTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രൊമോഷൻ ആണ് ഈ പറയുന്നത് അവിടെ പ്രധാനമായിട്ടും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണ് വരുന്നത്. അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് നമുക്ക് 21 മിനിമം, മാക്സിമം 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 37 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രൂപ്പ് എയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കൗതുകം നമ്മുടെ ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും അറിയാനായിരിക്കും. അതിലേക്ക് നമ്മൾ വരാം. അടുത്തത് ടെക്നിക്കൽ സർവീസസ് ആണ്. ഈ പറയുന്ന ഗ്രൂപ്പ് എയിൽ തന്നെ ടെക്നിക്കൽ സർവീസസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ വരുന്ന നിങ്ങൾക്ക് കാണാം സിവിൽ എഞ്ചിനീയർ, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ദെൻ സ്റ്റോർ സർവീസസ് ആൻഡ് സിഗ്നൽ എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൽ ടെക്നിക്കൽ കാറ്റഗറി വരുന്നത്. അപ്പോൾ അതിന്റെ ഷോർട്ട് ഫോം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ ടെക്നിക്കൽ കാറ്റഗറിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ MSc ആണ് പറയുന്നത്. അപ്പോൾ അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് BE ഓർ BTech അല്ലെങ്കിൽ ഈ പറയുന്ന MSc നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏതൊക്കെ മേഖല എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് വയർലെസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റേഡിയോ ഫിസിക്സ് അല്ലെങ്കിൽ റേഡിയോ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്ന ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് MSc അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് BE ഓർ BTech കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഈ പറയുന്ന ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ ആണ്, അതായത് IES എന്നാണ് പറയുന്നത്. ഓക്കെ, IES എക്സാമിനേഷൻ ആണ്, അതായത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ് എക്സാമിനേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ UPSC ആണ് കേട്ടോ. UPSC ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, എക്സാമിനേഷൻ റെയിൽവേ അല്ല. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ പറയുന്ന IAS എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ആയിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിൽ ചെയ്യും. ദെൻ ഇതിന്റെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21 വയസ്സാണ്. മാക്സിമം 30 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, കാരണം SC/ST OBC ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് PWD കാൻഡിഡേറ്റ്സിനൊക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന ഗ്രൂപ്പ് എയിൽപ്പെട്ട ലാസ്റ്റ് കാറ്റഗറിയാണ് ഇന്ത്യൻ റെയിൽവേ മെഡിക്കൽ സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് കമ്പൈൻഡ് മെഡിക്കൽ സർവീസസ് എക്സാമിനേഷൻ ആണ്, CMSC എന്നാണ് പറയുന്നത്. ഇതും UPSC ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ നിർബന്ധമായിട്ട് മിനിമം എന്താണ് MBBS നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് 32 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്രൂപ്പ് എയുടെ ഒരു സാലറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിൽ പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് കിട്ടുന്നത് മന്ത്ലി ഈ പറയുന്ന 1,30,000 മുതൽ 1,60,000 എന്നുള്ള ഒരു ശരാശരി ഇതിൻ്റെ ഈ ഒരു എമൗണ്ടിൻ്റെ ഉള്ളിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ഗ്രൂപ്പ് എയിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒരു സാലറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഗ്രൂപ്പ് ബി കാറ്റഗറിയിലേക്കാണ്. ഗ്രൂപ്പ് ബി കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് യാതൊരുവിധ എൻട്രൻസ് എക്സാമിനേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം പ്രധാനമായിട്ടും ഗ്രൂപ്പ് ബി ഓഫീസേഴ്സിലേക്ക് എന്താണ് ആളുകളെ എടുക്കുന്നത് വെച്ചാൽ ഗ്രൂപ്പ് സിയിൽ നിന്നും എന്താണ് ഡയറക്റ്റ് ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് ബിക്ക് ഒരു പ്രത്യേകമായിട്ട് അത് വളരെ റെയർ ആയിട്ടാണ് എന്തെങ്കിലും എക്സാം ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ യൂഷ്വലി ഇവിടെ എന്താ നടക്കാറെന്ന് വെച്ചാൽ ഗ്രൂപ്പ് സിയിൽ എന്താണ് അതിൽ ഉള്ള ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്യുക ഗ്രൂപ്പ് ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട്. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ബിയിൽ പ്രധാനമായിട്ടും വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ഇവിടെ വെറുതെ രണ്ടെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അസിസ്റ്റന്റ് നഴ്സിംഗ് ഓഫീസർ, സീനിയർ സെക്ഷൻ ഓഫീസർ എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളാണ്. ഇതിൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 60,000 മുതൽ 90,000 ആയിരിക്കും. ഇതിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു എമൗണ്ട് ആയിരിക്കും ശരാശരി നമുക്ക് ലഭിക്കുന്ന ഒരു സാലറി കണക്കാക്കുന്നത്. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ. ദെൻ അടുത്തത് ഗ്രൂപ്പ് സി ആണ്. ഗ്രൂപ്പ് സിയിൽ നമുക്ക് ഈ പറയുന്ന ഇതായിരിക്കും നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഇതും ഗ്രൂപ്പ് ഡി ആയിരിക്കും. അപ്പോൾ ഇതിലെ ഗ്രൂപ്പ് സിയിൽ നമുക്ക് പ്രധാനമായിട്ടും എന്താണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് RRB ആണ്, അതായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. ഓക്കെ, അപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇതിൻ്റെ എന്താണ് ഈ എക്സാമും കാര്യങ്ങളും അതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. 2 ടൈപ്പ് കാറ്റഗറിയാണ് ഗ്രൂപ്പ് സിയിൽ വരുന്നത്. ഒന്ന് നമുക്ക് ടെക്നിക്കൽ എന്നും ഒന്ന് നോൺ ടെക്നിക്കൽ എന്നും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടെക്നിക്കലിൽ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ടെക്നിക്കലി JE ജൂനിയർ എഞ്ചിനീയർ, ഈ പറയുന്ന വിവിധ ഡിസിപ്ലിൻ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന വിവിധ ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ JE എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ JEയിലേക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രീവിയസ് അതായത് 2018 വന്ന നോട്ടിഫിക്കേഷൻ ഉണ്ട്, 2018 19 നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം വീഡിയോയുടെ അവസാന ഭാഗത്ത്. ദെൻ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആൻഡ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് എന്താണ് ഗ്രൂപ്പ് സിയിൽ ഈ പറയുന്ന ടെക്നിക്കൽ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇതിനടുത്ത് നോൺ ടെക്നിക്കൽ പോസ്റ്റിൽ വരുന്നതാണ്. ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട്, അതിൽ കുറച്ച് പോസ്റ്റുകൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, ടിക്കറ്റ് കളക്ടർ, ജൂനിയർ ടൈം കീപ്പർ, സീനിയർ ടൈം കീപ്പർ, കൊമേഴ്ഷ്യൽ അപ്രന്റീസ്. പിന്നെ വരുന്നത് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്,
ദെൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ എറ്റ്സെട്ര. ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ എന്താണ് കാറ്റഗറിയിലുള്ള എന്താണ് നോൺ ടെക്നിക്കൽ പോസ്റ്റുകൾ നമുക്ക് ഗ്രൂപ്പ് സിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം, അതിൻ്റെ വ്യക്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ പ്രധാനമായിട്ടും ഗ്രൂപ്പ് സിയിലാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ടെക്നിക്കൽ പോസ്റ്റിലേക്കുള്ള RRB നടത്തുന്ന, അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്നാണ് ഇത് NTPC RRB NTPC എക്സാം ആണ്. അങ്ങനെയാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരിക, RRB NTPC എക്സാം എന്ന് പറയും. അപ്പോൾ അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ വരുന്ന എന്താണ് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് സിയിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്ത്, ഇതിൽ നമുക്ക് ഗ്രൂപ്പ് സിയിൽ നമുക്ക് ടെക്നിക്കൽ പോസ്റ്റ് ഉണ്ട്, ദെൻ നോൺ ടെക്നിക്കൽ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണം. നോൺ ടെക്നിക്കൽ എന്ന് പറയുന്നത് നമുക്ക് 10ാം ക്ലാസ് +2 ഡിഗ്രി ഇങ്ങനെയുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ മതി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പം നോക്കുന്നത് എന്താണ്, നമ്മൾ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലുള്ള എന്താണ് ഈ പറയുന്ന ചില പോസ്റ്റിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, ഫോർ ടിക്കറ്റ് കളക്ടർ, അതായത് ടിക്കറ്റ് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും +2 പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ടിക്കറ്റ് കളക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ +2 കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ബിരുദം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടിക്കറ്റ് കളക്ടറും അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെ നോൺ ടെക്നിക്കൽ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി ടെക്നിക്കൽ വരുന്നതാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോമോട്ടീവ് പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്. ഓക്കെ, ALP എന്ന് പറയും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ 10ാം ക്ലാസ് + ITI നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും + നിങ്ങൾക്ക് ITI വേണം. ഇനി നിങ്ങൾ ITI പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 10ാം ക്ലാസ്സും അപ്രന്റീസ്ഷിപ്പും നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് അപ്രന്റീസ്ഷിപ്പിൻ്റെ. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് അതായത് ഈ പറയുന്ന ITI കഴിഞ്ഞവർക്ക് മാത്രമല്ല, ITI കഴിയാത്തവർക്ക്, ഇപ്പോൾ റെയിൽവേൻ്റെ ഒക്കെ നമ്മൾ സദൺ റെയിൽവേൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു, ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പാണ്. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഇത്തരം വാക്കൻസികൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അതിൽ ക്വാളിഫൈഡ് ആവും, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ITI പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും, അത് മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും റെയിൽവേയിലൊക്കെ ഇത്തരത്തിൽ SSLC കഴിഞ്ഞവർക്ക് അപ്രന്റീസ്ഷിപ്പിന് താല്പര്യം ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിശ്ചിതമായിട്ടുള്ള അവർക്കൊരു എന്താണ് 20% അങ്ങനെ എന്തോ ഇവർക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു വെയിറ്റേജ് കാര്യങ്ങൾ കൊടുത്ത് അതിൽ റിസർവേഷൻ, അതായത് ടോട്ടൽ വാക്കൻസിയുടെ ഒരു റിസർവേഷൻ ഇവർക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നോട്ടിഫിക്കേഷനിൽ അപ്രന്റീസ്ഷിപ്പ് നോട്ടിഫിക്കേഷനിൽ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്താൽ, റെയിൽവേയിൽ തന്നെ ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഒന്നെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോമോട്ടീവ് പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ വെച്ചാൽ ഒന്ന് SSLC നിങ്ങൾ പാസ്സായിരിക്കുക, + ITI വേണം. ഇനി ITI ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അപ്പോൾ പലർക്കും എന്താണ് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ITI കഴിഞ്ഞവർക്കും എന്താണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്യാം, ITI കഴിയാത്തവർക്കും ചെയ്യാം. ഓക്കെ, 2 സ്കീമുണ്ട്. അപ്പോൾ റെയിൽവേക്ക് ഇതിൻ്റെ അടുത്ത് നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ സദൺ റെയിൽവേൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ വന്നിരുന്നു. അതായത് വെറും 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാനുള്ള ഒരു എന്താണ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് നിർബന്ധമായിട്ടും 10ാം ക്ലാസ്സും ITI വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് തന്നെ വിവിധ കാറ്റഗറി ഉണ്ട് കേട്ടോ പോസ്റ്റ്. അതിൽ തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ് അതായത് മേഖലയുമായി റെലവൻറ്റ് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ITI വേണം, അതായത് SSLC + ITI. ഇനി ഇല്ലെങ്കിൽ SSLC + അതായത് ട്രേഡിൽ നിങ്ങൾ എന്താണ് അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല നിങ്ങൾ +2 എന്താണ് ഫിസിക്സ് മാത്സ് ഒക്കെ എന്താണ് സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ സയൻസ് സ്ട്രീമിൽ നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു വാക്കൻസി വരാറുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഡിപ്ലോമ, നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കും ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ പെടുന്ന ടെക്നിക്കൽ പോസ്റ്റ് ആണ്. ദെൻ അടുത്തത് ഗുഡ്സ് ഗാർഡാണ്. ഗുഡ്സ് ഗാർഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗ്രാജുവേഷൻ ആണ്, ബിരുദം ഉണ്ടായിരിക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റെയിൽ ട്രാൻസ്പോർട്ട് ആൻഡ് മാനേജ്മെന്റിലുള്ള ഡിപ്ലോമ ഉള്ളവർക്കും ഈ പറയുന്ന ഈ ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഗ്രൂപ്പ് സി ഓഫീസേഴ്സിന്റെ
ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 20,000 മുതൽ 55,000 പെർ മന്ത് ആണ് ലഭിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ടിംഗ് എമൗണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു 20,000 മുകളിൽ എന്തായാലും മിനിമം നമുക്ക് മറ്റ് അലവൻസ് കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാനൊരു ശരാശരിയാണ് പറയുന്നത്, ഓരോ പോസ്റ്റിനും ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട്, അതായത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള ഈ പറയുന്ന ഗുഡ്സ് കാർഡിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 20,000 മുതൽ 55,000 പെർ മന്ത് എന്നുള്ള ലെവലിലായിരിക്കും നമുക്ക് അതിൻ്റെ എമൗണ്ട് ലഭിക്കുന്നത്. ദെൻ ഇന്ത്യൻ റെയിൽവേ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡി കാറ്റഗറിയാണ്. ഗ്രൂപ്പ് ഡി കാറ്റഗറിയിൽ നമുക്ക് വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കിവിടെ കാണാം ഹെൽപ്പർ, ഹോസ്പിറ്റൽ അറ്റൻഡന്റ്, അതുപോലെ പോയിന്റ്സ്മാൻ, പോർട്ടർ, ട്രാക്ക് മെയിൻറ്റൈനർ ആൻഡ് ഗെയിൻ മാൻ എറ്റ്സെട്ര. ഓക്കെ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാറ്റഗറി എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ഡിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസിയാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി കാറ്റഗറി എന്ന് പറയുന്നത്. നമുക്ക് വേറെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഗ്രൂപ്പ് ഡിയിൽ എന്താണ് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഗ്രൂപ്പ് ഡിയിൽ നമുക്ക് അതിന്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് ഡിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 31 അല്ലെങ്കിൽ 33 വയസ്സാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 18 മുതൽ 33 വയസ്സ് വരെ എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. സാധാരണ SC/ST ആണെങ്കിൽ അവർക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 36 വയസ്സ് വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഗ്രൂപ്പ് ഡിയിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാം. അത് ITI നിങ്ങൾക്ക് NCVT ആണെങ്കിലും അപ്ലൈ ചെയ്യാം, ഇനി SCVT ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി ITI ഇല്ല, ജസ്റ്റ് 10ാം ക്ലാസ് നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഗ്രൂപ്പ് ഡിയിലൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ എക്സാം ഒക്കെ എഴുതിയവരുണ്ടായിരിക്കും. അപ്പോൾ ഇനിയും വരും എന്നുള്ള, നമുക്ക് ഇതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ 33 വയസ്സ് വരെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാണ്. 33 വയസ്സ് വരെ നമുക്ക് എക്സാം എഴുതാം. ഇനി SC/ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിലൊക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ ഗ്രൂപ്പ് ഡിയിലേക്കൊക്കെ നമ്മളെ പോസ്റ്റിംഗ് ലഭിച്ചാൽ നമുക്ക് ആവറേജ് സാലറി എന്ന് പറയുന്നത് 18,000 മുതൽ 20,000 പെർ മന്ത് ആണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൂഫാണ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ പ്രീവിയസ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള എന്താണ് കുറച്ച് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അതിൽ വന്നിരിക്കുന്ന എലിജിബിലിറ്റിയും പോസ്റ്റ് നെയിമും ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ പ്രൂഫായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞു പോവുകയല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം 2019 വന്ന നോട്ടിഫിക്കേഷനാണ്, ഗ്രൂപ്പ് ഡി ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിയിൽ വന്നിരിക്കുന്ന കുറച്ച് ഏതാനും വാക്കൻസികളുടെ നെയിം, പോസ്റ്റ് നെയിം നിങ്ങൾക്ക് കാണാം, ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കാണാം. ഓക്കെ, അതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം 10th പാസ് അല്ലെങ്കിൽ ITI ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 10ാം ക്ലാസ് പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഈ പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് കാണിക്കുന്നതിന് വേണം. 18 to 33 ആണ് ഏജ് ലിമിറ്റ്. അപ്പോൾ നല്ലൊരു 33 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ്, ട്രാക്ക് മെയിൻറ്റൈനർ, അസിസ്റ്റന്റ് ബോക്സ്, അസിസ്റ്റന്റ് TRD എന്നൊക്കെ ഒരുപാട് കാറ്റഗറി, അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാറ്റഗറി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് ഇനി അതെല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന അപ്രന്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ, ഗ്രൂപ്പ് ഡിയിലേക്ക്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡ് 2019 വന്ന നോട്ടിഫിക്കേഷൻ്റെ ഒരു കട്ടിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് വരുന്ന NTPC ആണ്, അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിൽ നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ +2 ആണ്. അപ്പോൾ +2 കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ +2 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഇത് ഗ്രൂപ്പ് സി കാറ്റഗറിയാണ്. 18 to 30 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. SC/ST ആണെങ്കിൽ 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 2019 വന്ന നോട്ടിഫിക്കേഷൻ്റെ ഒരു കട്ടിംഗ് ആണ്, ഗ്രൂപ്പ് സി ആണ്. ഇതിൽ നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ +2 പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. അപ്പോൾ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ടൈപ്പിസ്റ്റ് എന്നുള്ള പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ടൈപ്പിംഗ് പാടെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ടൈപ്പിംഗിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ടൈപ്പിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള പോസ്റ്റ് ജൂനിയർ ടൈം കീപ്പർ, അതിലേക്ക് ടൈപ്പിംഗിൻ്റെ ആവശ്യമില്ല. ട്രെയിൻ ക്ലർക്ക് ഇതിലൊക്കെ ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായാൽ മതി. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഇതിലൊക്കെ നിങ്ങൾ +2 പാസ്സായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇനീഷ്യൽ പേയ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ ഇതിൽ അന്ന് വന്നിരിക്കുന്ന വാക്കൻസികളാണ്. ദെൻ അടുത്തത് ഇതിൽ തന്നെ വരുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കുള്ള വാക്കൻസികളാണിത്. ഇതിൽ നിങ്ങൾക്ക് ബിരുദം, അതായത് നിങ്ങൾക്ക് മിനിമം എന്താണ്, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇതിൽ നിങ്ങൾക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം, 18 to 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിൽ നമുക്കുള്ള പോസ്റ്റ് നെയിം ഓഫ് പോസ്റ്റ് നിങ്ങൾ കാണാം, ട്രാഫിക് അസിസ്റ്റന്റ്, ഗുഡ്സ് ഗാർഡ്, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ദെൻ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്,
സീനിയർ ടൈം കീപ്പർ, കൊമേഴ്ഷ്യൽ അപ്രന്റീസ്, സ്റ്റേഷൻ മാസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്റ്റേഷൻ മാസ്റ്ററിലൊക്കെ 6865 വേക്കൻസി വന്നിട്ടുണ്ട് അന്ന് 2019. ഓക്കെ, അപ്പോൾ ടോട്ടൽ 24,649 ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് മാത്രം വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ വേക്കൻസികളൊക്കെ ഇനിയും വരും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ടൈപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്തെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്ത് വെക്കുക. നമുക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ നിങ്ങൾക്ക് ടൈപ്പിംഗിൽ നല്ല സ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ ഞാൻ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും, അതായത് ഈ പറയുന്ന 2019 നടന്ന ഈ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓരോന്നിൻ്റെയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയുള്ള സ്ലൈഡാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ അപ്രന്റീസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു ബിരുദം മതി. ദെൻ സ്റ്റേഷൻ മാസ്റ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ബിരുദം മതി. ദെൻ ഗുഡ്സ് ഗാർഡിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി മതി. ദെൻ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ബിരുദം മതി. അതോടൊപ്പം നിങ്ങൾക്ക് ടൈപ്പിങ്ങിലുള്ള പ്രൊവിഷൻസ് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് എന്ത് വേണം, ആ ഒരു ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനടുത്ത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക, അതുകൊണ്ട് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇതിനടുത്ത് സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സീനിയർ ടൈം കീപ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം വേണം, അതോടൊപ്പം തന്നെ ടൈപ്പിംഗും അറിഞ്ഞിരിക്കണം. ട്രാഫിക് അസിസ്റ്റന്റിൽ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഈ പറയുന്ന 2019 NTPCയുടെ തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് +2 കഴിഞ്ഞിരിക്കാം. മിനിമം 50% മാർക്കോടുകൂടി +2 കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി SC/ST PWD കാൻഡിഡേറ്റ്സ് എന്നാണെങ്കിൽ അവർക്ക് എന്ത് വേണ്ട, ഈ മിനിമം 50% മാർക്കൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ ഉയർന്ന യോഗ്യത ഉള്ളവർക്കും എന്ത് വേണ്ട, +2 ഉയർന്ന യോഗ്യത ഉള്ളവർക്കും 50% മാർക്ക് വേണം നിർബന്ധമില്ല. അല്ലാത്തവർക്കാണ് ജസ്റ്റ് +2 മാത്രം പാസ്സായവരാണെങ്കിൽ അവർക്ക് മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷൻ ഉണ്ട്. ദെൻ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇതിലൊക്കെ നമുക്ക് +2 കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ 50% മാർക്കോട് +2 കഴിഞ്ഞിരിക്കുക. അതിൽ കൂടുതൽ ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ ഈ പറയുന്ന +2 50% മാർക്ക് വേണമെന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ട്രെയിൻ ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ +2 ജസ്റ്റ് നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ സ്ലൈഡ് വെച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിക്കാം. ജൂനിയർ എഞ്ചിനീയർ, അതായത് JEE കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം, അതിൽ വന്ന കാര്യങ്ങൾ. അതുപോലെ പാരാമെഡിക്കൽ എന്താണ് കാറ്റഗറിയിലും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം, എൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത് 2018 വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാം റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ JEE. അതുപോലെ JEEയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻഫർമേഷൻ ടെക്നോളജി. പിന്നെ നമുക്ക് ഡെപ്പോട്ട് മെറ്റീരിയൽ സൂപ്രിൻറ്റൻഡന്റ് ആണ്. അടുത്തത് DMS എന്ന് പറയും. അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് CMA എന്ന് പറയും. ഈ പോസ്റ്റുകളാണെന്ന് വിളിച്ചിരുന്നത് 2018. ഓക്കെ, അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ജൂനിയർ എഞ്ചിനീയറിന്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. വിവിധ എന്താണ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡിപ്ലോമ, അപ്പോൾ ഇത് സിവിലുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന BSc കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, ബാച്ചലർ ഓഫ് സയൻസിൽ നിങ്ങൾ ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ പറയുന്ന ട്രാക്ക് മെഷീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 3 ഇയർ ഡിപ്ലോമ, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ, അങ്ങനെ ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ തന്നെ പല കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സിവിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഓരോന്നിനും നിങ്ങൾ അതത് ഡിസിപ്ലിനുമായിട്ട് നിങ്ങൾക്ക് കാണാം 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മാനുഫാക്ചറിങ്, മെക്കട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ഇൻസ്ട്രുമെന്റേഷൻ, കൺട്രോൾ, ടൂൾസ് ആൻഡ് മെഷീനിങ്, ദെൻ ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്, അങ്ങനെ തുടങ്ങിയിട്ട് ഓട്ടോമൊബൈൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുപാട്. ഓക്കെ, പിന്നെ അതിൻ്റെ കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നത്, അതാണ് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, JEEയിലേക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രൂഫായിട്ട് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് നിങ്ങൾക്ക് JEE പ്രിന്റിംഗ് പ്രസ്സിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡിപ്ലോമ, അതായത് ഈ പറയുന്ന സ്റ്റേറ്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൾ ഇന്ത്യ സർട്ടിഫിക്കറ്റ് ഇൻ പ്രിന്റിംഗ് ടെക്നോളജിയിലോ അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഡെപ്പോട്ട് മെറ്റീരിയൽ സൂപ്രിൻറ്റൻഡന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ എനി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന DMS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എനി ഡിസിപ്ലിൻ ആണ്, ഏതായാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന
അതായത് JEE ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ എങ്കിൽ PGDC അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA BTech IT കഴിഞ്ഞവർക്ക്, അതായത് BTech നിങ്ങൾക്ക് ഇൻഫർമേഷൻ ടെക്നോളജി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ്. അതിൽ ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ മിനിമം പഠിച്ചിരിക്കുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച നിങ്ങൾക്ക് സയൻസിൽ ബിരുദമുള്ളവർക്ക് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് പറയുന്ന ഈ എന്താണ് CMA എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതൊക്കെ അറിയുന്നവരുണ്ടായിരിക്കാം, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് പുതുതായിട്ട് ഈ പറയുന്ന റെയിൽവേ എക്സാമൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മതി നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ട്രേഡുകൾ ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജൂനിയർ എഞ്ചിനീയർ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. എനി ബ്രാഞ്ച് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു എന്താണ് പോസ്റ്റുകളുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ നോക്കാം. പിന്നെ ഇത് 2018 വന്ന വാരിയസ് റിക്രൂട്ട്മെന്റിൻ്റെതാണ്. അപ്പോൾ വിവിധ കാറ്റഗറി ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അതായത് പറയുന്ന ഹെൽപ്പർ, മെഡിക്കൽ, ഹോസ്പിറ്റൽ അറ്റൻഡന്റ്, ഈ പറയുന്ന അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ, അതുപോലെ തന്നെ ഗേറ്റ്മാൻ, ദെൻ പോർട്ടർ എന്നൊക്കെ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് മാത്രം പാസ് അവർക്ക് അപ്ലൈ ചെയ്യാം. ഇതല്ലാതെ ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഇതിൽ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ജസ്റ്റ് ഇപ്പം പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഈ പറയുന്ന NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെൽപ്പർ, അതുപോലെ തന്നെ ഹെൽപ്പറിൽ തന്നെ വിവിധ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ 10ാം ക്ലാസ് പ്ലസ് ITI വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നതിന് പ്രൂഫായിട്ടാണ്, ജസ്റ്റ് നമ്മുടെ പഴയ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 2018 നമുക്ക് വന്നിരിക്കുന്ന ഈ പറയുന്ന അസിസ്റ്റന്റ്, അതായത് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും എന്താണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ആ ഒരു എലിജിബിലിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ നമ്മൾ സ്ലൈഡിൽ ഇവിടെ നിന്നൊക്കെ എടുത്ത് നമ്മൾ റെഫറൻസ് യൂസ് ചെയ്ത് ഈ പറയുന്ന പഴയ എന്താണ് ഇത്ര നോട്ടിഫിക്കേഷൻ എന്നാണ് എടുത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2018 നടന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും അതുപോലെ ടെക്നീഷ്യൻ കാറ്റഗറിയിലാണ്. അപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിൽക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ് പ്ലസ് ITI വേണം. ഓക്കെ, ITI NCVT ഓർ SCVT ഏത് കൗൺസിലാണെങ്കിലും പറ്റും. അത് ഏതൊക്കെ ട്രേഡ്, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫിറ്റർ, ഹീറ്റ് എഞ്ചിൻ, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക്, ദെൻ മെക്കാനിക് റേഡിയോ ആൻഡ് TV, ദെൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, ദെൻ ട്രാക്ടർ മെക്കാനിക്, ദെൻ ടേർണർ, വയർമാൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതായത് ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അതായത് ട്രേഡുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ട്രേഡുകളിൽ നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ്സും പ്ലസ് ഈ പറയുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ITI വേണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് ഈ പറയുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിലെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ, അതായത് പറയുന്ന മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ ഈ പറയുന്ന 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞ പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിലും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് മെക്കാനിക്കലാണ്. ഇതിൽ നിങ്ങൾക്ക് പറയാം 10ാം ക്ലാസ്സും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് നിങ്ങൾക്ക് പറയാം ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഫിറ്റർ, ഹീറ്റ് എഞ്ചിൻ, ദെൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മിൽറൈറ്റ്, മെയിൻ്റനൻസ് മെക്കാനിക്, ഒരുപാട് ഞാൻ എല്ലാം വായിക്കുന്നില്ല, വയർമാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ട്രേഡുകളിൽ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കണം പ്ലസ് 10ാം ക്ലാസ് പാസ്സായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. 10ാം ക്ലാസ് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ ITI കഴിഞ്ഞിരിക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡുകളിലെ എന്താണ് അപ്രന്റീസ്ഷിപ്പ്, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ 3 ഇയർ ഡിപ്ലോമ പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ടെക്നീഷ്യനിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബ്ലാക്ക് സ്മിത്ത്, അങ്ങനെ ഒരുപാട് കാറ്റഗറി, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് മാറുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കാറ്റഗറിയും വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതത് ട്രേഡുകളിൽ എന്ത് വേണം, നിങ്ങൾക്ക് ITI വേണം. ഓക്കെ, അപ്പോൾ അതത് ട്രേഡുകളിൽ ITI അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പ്ലസ് ITI ആണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് എന്ത് വേണം, അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, ഡീസൽ മെക്കാനിക്കൽ, അങ്ങനെ ഒരുപാട് കാറ്റഗറി നിങ്ങൾക്ക് ഇതിന്ന് ഇങ്ങനെ കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നോക്കാം, നിങ്ങൾ പഠിച്ച ITI എന്താണ് ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇപ്പോൾ എല്ലാം എന്താണ് ഇതിലില്ല. ഇതിപ്പോൾ 2018 വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്ന വേക്കൻസി കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലില്ലാത്ത വേക്കൻസികളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങൾ, അതായത് റെയിൽവേ റിക്രൂട്ട്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് നമ്മൾ ചാനലിൽ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ,
ഇതിനടുത്തത് പാരാമെഡിക്കൽ കാറ്റഗറിയാണ്. പാരാമെഡിക്കൽ കാറ്റഗറിയിൽ ഏതൊക്കെ വേക്കൻസികളാണ്, ഏതൊക്കെ കാറ്റഗറിയാണ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഡയറ്റീഷ്യൻ തുടങ്ങിയിട്ട് കാണാം, സ്റ്റാഫ് നഴ്സ്, അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ്, ലേഡി ഹെൽത്ത് വിസിറ്റർ, അങ്ങനെ പറഞ്ഞിട്ട് ECG ടെക്നീഷ്യൻ, സ്പീച്ച് തെറപ്പിസ്റ്റ്, റേഡിയോഗ്രാഫർ, ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങൾക്ക് കാറ്റഗറിയാണ്. ഓക്കെ, ഫിസിയോതെറപ്പിസ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാറ്റഗറിയിലൊക്കെ ഇനിയും എന്താണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരും. അന്ന് 1937 വേക്കൻസിയാണ് വിളിച്ചിരുന്നത്. 2019 നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷനും നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് 2019 നോട്ടിഫിക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മതി നിങ്ങൾ എലിജിബിൾ ആണോ എന്തൊക്കെയാണെന്നുള്ളത്. BSc നഴ്സിംഗ് മുതൽ വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 പഠിച്ചവർക്കും അങ്ങനെ തുടങ്ങിയിട്ട് വിവിധ കാറ്റഗറി ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇത് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ലൈഡ് ഇപ്പം ഞാൻ കാണിച്ച PPT സ്ലൈഡ് നിങ്ങൾക്ക് കാണുന്നതിന് ഞാൻ നമ്മുടെ ചാനൽ എന്താണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് തരാം. നമ്മുടെ ആ വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ തരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മളിത് ലാസ്റ്റ് എവിടെയാണോ നിർത്തിവെച്ച ആ ഭാഗം മുതലാണ് വരിക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, സ്ലൈഡ് 1 ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ 1 ഇവിടെ ക്ലിക്ക് ചെയ്താൽ 1ലേക്ക് പോകും. ഓക്കെ, 2 ആണെങ്കിൽ 2. നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഫുൾ വ്യൂവിൽ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫുൾ വ്യൂവിൽ കാണാൻ പറ്റും. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ റെയിൽവേ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്